അമ്മ രാവിലെ എണീറ്റ് വന്നപ്പം എന്നോട് പറഞ്ഞു, എടാ 21 വർഷത്തെ എൻ്റെ പ്രാർത്ഥനയാണ് ഈ ഒരു ദിവസം കാണാൻ വേണ്ടി. അപ്പം പെട്ടെന്ന് ഞാൻ സന്തോഷിക്കുന്നതിന് പകരം അച്ഛനെ പറ്റി ഓർത്തു. അച്ഛനത് കാണാൻ പറ്റിയില്ലല്ലോ എന്ന്. എനിവേസ്, നമ്മളെല്ലാവരും എന്നും ജീവിച്ചിരിക്കില്ലല്ലോ. സോ ഭയങ്കര ഹാപ്പിയാണ്. നിങ്ങളെല്ലാവരും അറിഞ്ഞാണുമായിരിക്കും, മോഹിനിയാട്ടം എന്ന് പറഞ്ഞ സിനിമ എല്ലായിടത്തും എല്ലാവരും ഇപ്പോൾ വിനയ് പറഞ്ഞ പോലെ എവിടെയും നല്ല റെസ്പോൺസസ്, സോഷ്യൽ മീഡിയയിലായാലും നമ്മൾ പുറത്തിറങ്ങിയാൽ ആൾക്കാർ നമ്മളോട് പറയുന്നതൊക്കെ ഇങ്ങനെ ഒരു സിനിമ വല്ലപ്പോഴുമൊക്കെ എല്ലാവരുടെയും കരിയറിൽ സംഭവിക്കുന്നതാണ്. അത് അറ്റ് ലാസ്റ്റ് എൻ്റെയും തോമസ് ഏട്ടൻ്റെയും കൃഷ്ണദാസിൻ്റെയും ഇവിടെ ഇരിക്കുന്ന ബാക്കി എല്ലാവരുടെയും ലൈഫിൽ സംഭവിച്ചെന്നുള്ളതാണ്. ഒരുപാട് സന്തോഷം. ഭരതനാട്യം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല, പക്ഷേ ഭരതനാട്യം റിലീസായ സമയത്തുള്ള എൻ്റെ അവസ്ഥ, പ്രത്യേകിച്ച് ഞങ്ങൾ മീഡിയക്കാരൊക്കെ എൻ്റെ ഇൻ്റർവ്യൂസ് ആ സമയത്ത് കണ്ടു കാണും. ആ സമയത്ത് എൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് എന്നെ പോലെ തന്നെ നിങ്ങൾക്കും അറിയാം. 2 വർഷം കഴിഞ്ഞിട്ട് അതിൻ്റെ 2ാം ഭാഗം വരുമ്പോഴത്തേക്കും ഉള്ള എൻ്റെ അവസ്ഥയും അല്ലെങ്കിൽ ഞങ്ങളുടെ ടീമിൻ്റെ അവസ്ഥ ഇപ്പം നിങ്ങൾ കാണുന്നുണ്ട്. അത് ഒരു വലിയ ഓഡിയൻസിൻ്റെയും ദൈവത്തിൻ്റെയും കരുണയാണ് എന്ന് ഞങ്ങൾക്ക് ഇവിടെ ഇരുന്ന് ഇങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. വീണ്ടും ഞങ്ങൾ ഒന്നിക്കുന്നു. നമ്മുടെ സിനിമയിൽ കാണിച്ച പോലെ ഇതിൻ്റെയൊക്കെ പ്രചോദനം ഉറപ്പായിട്ടും മിഥുൻ മേനോൻ തോമസ് തന്നെയാണ്. ആദ്യത്തെ പടം പ്രശ്നമായിട്ടും അതിൻ്റെ 2ാം ഭാഗമായിട്ട് വരുന്നു. ബട്ട് എനിക്ക് തോന്നുന്നത് ഈ 2ാം ഭാഗം വന്നപ്പം ആൾക്കാർ, ഓഡിയൻസ് നമുക്ക് തന്ന ഫീഡ്ബാക്കാണ് ഒരു 10 മടങ്ങ് മേളിലാണ് ഫസ്റ്റ് പാർട്ടിനേക്കാളും. അതാണ് ഇത് വിജയിക്കാൻ കാരണം.